ഹലോ. അപ്പോൾ ഗായ്സ് ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എരുന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ എരുന്തായിരുന്നു കേട്ടോ. അമ്മേൻ്റെ ഫ്രണ്ട് എരുന്തുണ്ട് പറഞ്ഞപ്പോൾ അമ്മ പോയി വാങ്ങിയതാണേ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അതൊന്ന് കഴുകിങ്ങാണ്ട് വെള്ളത്തിലിട്ടുങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടോ. ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ. അതിൻ്റെ വായ തുറക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ, തിളപ്പിച്ചാൽ വായ തുറക്കുമല്ലോ. അപ്പം എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതാണ് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് പിന്നെ വേഗം കിട്ടണോണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. മറ്റേ നമ്മൾ അവക്കാടോ ഒക്കെ ഇങ്ങനെ ചുരണ്ടണ പോലെ ഇതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇറച്ചെടുത്തപ്പം. പിന്നെ ഇതാണ് ഭയങ്കര നല്ല വലിയ എരുന്തായതുകൊണ്ട് വേഗം കിട്ടണമുണ്ട്. ഇങ്ങനെ ഞുണുങ്ങൊന്നും അല്ലാത്തതുകൊണ്ടേ കണ്ടോ എത്ര വലിപ്പമുണ്ട് നോക്കിയേ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാടെ ഇട്ടുങ്ങാണ്ട് ചോപ്പറിലിട്ടുങ്ങാണ്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. മറ്റേ എരുന്തിറച്ചിയിലാണെങ്കിലേ നന്നായിട്ട് പൂഴി ഉണ്ടേനു കേട്ടോ. അപ്പം അത് 2-3 വെള്ളത്തിൽ കഴുകിങ്ങാണ്ടാട്ടോ മാറ്റി വെച്ചത്. അപ്പോഴത്തേക്ക് ഉള്ളി ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് ചോപ്പറിലിട്ടുങ്ങാണ്ട് നന്നായിട്ടായിട്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് കഴുകിയ എരുന്തിറച്ചി മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് ഇത് ചീഞ്ചട്ടിയിലിടുക, ചൂടാക്കുക. അറിയാലോ, ഒരു ഫ്രൈ പോലെയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ചീഞ്ചട്ടി വെക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ചൂടായി വരുമ്പം കുറച്ച് കടുക് ഇട്ടുങ്ങാണ്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു എരുന്തിറച്ചി ഉണ്ടല്ലോ അതിടുക. അതിടുമ്പോൾ ഭയങ്കര വെടിവെപ്പൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം. ഫസ്റ്റ് ഷോട്ട് ഇട്ടപ്പം എൻ്റെ മേത്തേക്ക് തെറിച്ചപ്പോൾ ഞാൻ മാറുന്നതാട്ടോ, അത് രണ്ടാമത് മുതലുള്ള. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുക. അപ്പോൾ നന്നായിട്ട് ഇളക്കുക കേട്ടോ. ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് സോട്ടായി വരട്ടെ. അപ്പോഴാണ് നോക്കിയപ്പോൾ കളറിൻ്റെ കുഴപ്പമില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടെ മുളകും പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അച്ഛൻ പുറത്തുനിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഞാനിത് എടുക്കുകയല്ല, എനിക്ക് പോകാനും പറ്റൂല. അങ്ങനെ അച്ഛൻ അച്ചപ്പ വരണുള്ളൂ കേട്ടോ പണി കഴിഞ്ഞിട്ട്. ഇനി നമ്മളെ എരുന്തിറച്ചിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത ഉള്ളി സംഭവങ്ങളൊക്കെ അല്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ അത് ഫുള്ള് വേണ്ടിയില്ലേ, എന്നെക്കൊണ്ട് വെറുതെ ഇതാക്കി കാഞ്ഞി ഈ അമ്മ. എന്നിട്ട് അതിലേക്ക് ഒന്ന് ഇതായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളകും ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത്രയുള്ളൂ പണി. ഇനി ഇതൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ച് തിന്നാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അച്ഛൻ കുറച്ച് വീറ്റ് പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൊറോട്ടയും ഈ ഒരു എരുന്തിറച്ചിയും അടിപൊളി ഗായ്സ്. ഓക്കെ, ബായ്.